ഗൈസ് നമ്മളുടെ വ്ളോഗിലോട്ട് ബ്രൈറ്റ് ഫോക്സ് വന്നിരിക്കുകയാണ് ഗൈസ്. ആദ്യമായിട്ടാണ് നമ്മൾ പരിചയപ്പെടുന്നത്. ആൻഡ് അങ്ങനെ നമ്മൾ യൂട്യൂബിലെ ഇവന്റ് വേണ്ടി വന്നു. ഞാനൊരു വീഡിയോ എടുക്കാനുള്ള ശ്രമത്തിലായിരുന്നു ഗൈസ്, അതാണ്. എനിവേസ് നമുക്ക് കാണാം ഇനിയിപ്പോൾ ഇവന്റ്. താങ്ക് യു, വെൽക്കം. അപ്പം അങ്ങനെ ഗൈസ് നമ്മൾ ഗൂഗിളിൻ്റെ പരിപാടി കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങി ബ്രൈറ്റ് ഫോക്സ് ആയിട്ട് പോകാൻ ചായ കുടിക്കാൻ. ആദ്യം പോയി എനിക്കൊരു വീഡിയോ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാനുണ്ട്. അപ്പം ഇൻ്റർനെറ്റ് ഉള്ളൊരു സ്ഥലം നോക്കി നടക്കുകയാണ്. അപ്പം ബ്രൈറ്റ് ഫോക്സിൻ്റെ അവിടെ നെറ്റ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവിടെ പോയി സംഭവം ചെയ്തിട്ട് നമ്മളേതോ വലിയ ചായക്കടയിൽ ആ ചായക്കടയിൽ പോയി ചായയും കുടിച്ചിട്ട് രാഹുലിന് അങ്ങോട്ട് പോകാം ഗൈസ്. ഇതാണ് ബ്രൈറ്റ് ഫോക്സിൻ്റെ ഹസ്ബൻഡ് കിരൺ ബ്രോ. മറ്റേ ഏതോ ഗെയിമിംഗ് കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. സിങ്കയോ സിങ്ക്. നൈസ്. ആ അല്ലേ, എവിടെ ഗൂഗിളിലാ മറ്റെടുത്താ സിങ്കയില്? ഓ നൈസ്. നമ്മൾ പോയി നല്ല വൃത്തിയായിട്ട് കഴിച്ചു കഴിച്ചു ഗൂഗിളിൽ. അടിപൊളി ഫുഡായിരുന്നു. എഡിറ്റ് ചെയ്തിട്ട് വരാം ഗസ്റ്റ്. നമ്മൾ HSR ലേഔട്ടിൽ കൂടെ പറ്റുകൊണ്ടിരിക്കുകയാണ്. എന്താ ഓട്ടോ റൈറ്റ്, നിയോൺ ലൈറ്റൊക്കെ സെറ്റ്. നല്ല വൈബ് സ്ഥലമാണല്ലോ, കൊച്ചിയിലൊക്കെ എത്തിയ പോലെ. വണ്ടിയൊക്കെ പോകുന്ന ക്ലോസ് എൻകൗണ്ടേഴ്സ് ഓഫ് ദ ട്രാഫിക്. പേടിച്ച് വറച്ചൊക്കെ എനിക്ക് ആദ്യമൊക്കെ എനിക്ക് പേടിയായിരുന്നു. ഇപ്പം എനിക്ക് മനസ്സിലായി ഇത് ഇവരുടെ ഒരു സ്റ്റൈലാണെന്ന്. അത് ബാംഗ്ലൂർ വന്ന് എക്സോട്ടിക് കട്ടൻ അടിക്കുകയാണ്. കേട്ടസി ബ്രൈറ്റ് ഫോക്സ് കിരൺ. നിങ്ങൾ കാണിക്കുന്നത് കുഴപ്പമില്ലല്ലോ, ഹായ് പറയില്ലേ? ഇതൊക്കെ ഇവിടുത്തെ സ്ഥലത്തെ പ്രധാനികളാണ് ഗൈസ്. ഇത് ഋതുവാ, ഋതു അല്ലേ? റിനു, സന, ഗബ്രി. ഓ ബ്രോ അല്ലേ RCBയുടെ? ആ എനിക്ക് വയ്യ. അതല്ലേ എവിടെ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞ ഫേസ്? അജ്ജേ അതല്ലേ പറയണ്ടേ. ഞാൻ കണ്ടിട്ടുണ്ട് വീഡിയോസ്, മറ്റേ ബൗളിങ് എറിഞ്ഞു കൊടുക്കുന്നത്. ബ്രോ അപ്പോൾ വലിയ സെലിബ്രിറ്റിയാണ് ഗൈസ്. നമ്മള് വീഡിയോയിൽ സെലിബ്രിറ്റി RCBയുടെ സ്വന്തം നിഫ്റ്റിന്റെ ഏരിയ ലോക്കൽ സപ്പോർട്ട്. പുള്ളിക്കാരി നിഫ്റ്റിലാണ് പഠിക്കുന്നത്. നിഫ്റ്റ് തൊട്ടപ്പുറത്താണ് ഗൈസ്. അതുകൊണ്ടാണ്, അതിന്റെ ബലത്തിലാണ് നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത്. ഗൈസ് കട്ടൻ കൊള്ളാം, നൈസ്. അടുത്തിന് എന്താണ് പരിപാടി നോക്കട്ടെ ഗൈസ്. കട്ടൻ അടിച്ചിട്ട് വരാം. ഓക്കെ ടാറ്റ ഗൈസ്. മലയാളി റെസ്റ്റോറൻ്റ് ആണ്. എന്തൊക്കെയോ ഗ്രിൽ ചിക്കനും കൊഞ്ചും സാധനങ്ങളും ചെറിയ തട്ടുകട സെറ്റപ്പാണല്ലോ. കട്ട്ലറ്റ്, എലാഞ്ചി, ഉന്നക്കായ ആൻഡ് ഐറ്റംസ് ഗൈസ്. അപ്പോൾ ഗൈസ് അടുത്തവിടെയോ ഏതോ സ്ഥലത്ത് പോവുകയാണ് ബീഫും പൊറോട്ടയും കഴിക്കാനായിട്ട്. സോ ലെറ്റ്സ് സി, അവിടെ പോയി കഴിച്ചിട്ട് വരാൻ ഗൈസ്. കൊള്ളാവോ ഇല്ല എന്നുള്ളത്. അവരുടെ കൂടെ ഒന്ന് ചില്ല് ചെയ്യാം എന്ന് വിചാരിച്ചിട്ടിരിക്കുകയാണ്. കഫേയുടെ പേര് കഫേ 27, മലയാളികളുടെ കടയാണ്. നൈസ്. ഇവിടെയാണ് എല്ലാവരും വന്ന് ചില്ല് ചെയ്യുന്ന സ്ഥലം. സോ നമ്മളും ചില്ല് ചെയ്യാൻ വന്നതാണ്. ലെറ്റ്സ് സി, അടുത്ത മലയാളികളുടെ സ്ഥലത്തോട്ട് പോകാം ഗൈസ്. എന്നിട്ട് അവിടെ പോയിട്ട് എന്തൊക്കെ ഉണ്ടോന്ന് നോക്കിയിട്ട് വരാം. ഗബ്രീസ് ചായക്കട അല്ലേ? പുതിയ കടയാണോ ബ്രോ? നമ്മൾ ജിങ്ജാങ് ക്യാബിലെത്തിയിരിക്കുകയാണ് ഗൈസ്. ഒട്ടും പേടിയില്ലാത്ത ആൾക്കാർ വണ്ടി ഓടിക്കുന്ന സ്ഥലമാണ് ഗൈസ്. HSR ലേഔട്ടിലാണ് ഗൈസ്. കൊള്ളാം, അത്യാവശ്യം നൈസ് സിറ്റി വൈബ്. പേടിച്ച് കുറച്ച് കാറിനോട് ചെയ്യണമെന്നാണ് ഗൈസ്. മറ്റേ നെക്ക് ടു നെക്ക് ട്രാഫിക് ആണ്. പൊറോട്ടയും ബീഫും കഴിക്കാനാണ്. ഈ കട ഇവര് സജസ്റ്റ് ചെയ്തിട്ട് വന്നതാണ്. നാടൻ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നതാണ് ഗൈസ്, വിത്ത് ബ്രൈറ്റ് ഫോക്സ് ആൻഡ് ഗ്യാങ്. അപ്പം ബീഫും പൊറോട്ടയൊക്കെ നല്ല അടിപൊളിയായിട്ട് കിട്ടുമെന്ന് കഴിച്ചിട്ട് ഗൈസ്. നമ്മൾ വന്നിരിക്കുന്നത് അടിച്ച പൊറോട്ട കഴിക്കാൻ വേണ്ടിയാണ്. ഞാൻ വിചാരിച്ചു ഇന്ന് കഫയൊന്നും വേണ്ട, നമുക്ക് നാടൻ സാധനം മതി. ഇതെന്താ ബ്രോ ഈ സാധനം എന്താ? ഇതെന്താ? നീർദോശ. ഇതാണ് നീർദോശ. മാംഗ്ലൂർ അല്ലേ? മാംഗ്ലൂർ സാധനം അല്ലേ? കാസർഗോഡാ? ആ, അത് കാസർഗോഡുള്ള സംഭവമാണ്. ഓക്കെ, പൊറോട്ട അടിച്ചിട്ട് തന്നെ പുട്ടുണ്ടല്ലേ? നല്ല ചൂട് പുട്ട് കണ്ട ഗൈസ്, ആറി പറക്കണം. എന്തായാലും ഒന്ന് പൊളിക്കും ഗൈസ്. നല്ല വൈബ് സ്ഥലം കണ്ട. ഒരു നല്ല പെർഫെക്റ്റ് സ്ഥലത്താണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഫുൾ ആംബിയൻസ് ഒക്കെ അടിപൊളി. ഓക്കെ ഗൈസ്, പുതിയ കുറച്ച് ആൾക്കാർ വന്നിട്ടുണ്ട്. ഹായ്, പാറു ഗെയിമിംഗ്. ഇതാണ് പാറു ഗെയിമിംഗ്. തമിഴ്നാട്ടിലെ വലിയ ഗെയിമറാണ്.
എന്നാ പേര്? പാവപ്പെട്ട ചിപ്പി. യൂട്യൂബ് ചാനൽ ഉണ്ടോ? 290 ഫോളോവേഴ്സ് ഉള്ള അത് മതി സ്റ്റാർട്ടിങ്. വളർന്നു വരുന്ന താരമാണ് ബ്രോ. പേരെന്താ? ഞാൻ വളർന്നു മുരടിച്ച നിജയ്. വളർന്നു പഠിച്ച നിജയ്. ഇതാണ് എന്റെ ബീഫ് ഫ്രൈ. ഇതിനെ നമ്മുടെ മെയിൻ കഥാപാത്രം വന്നിരിക്കുകയാണ്. ബീഫ് വിത്ത് സവാള. പൊറോട്ടയും കൂടെ വന്നു കഴിഞ്ഞാൽ എന്താ പറഞ്ഞേ? ഞാൻ നീർദോശയും ബീഫ് റോസ്റ്റും. ഓ നല്ല ചൂട് പൊറോട്ട അടക്കം മെലിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ പോലും ഡൗട്ട്ഫുൾ ആണ് ഇത്രയും നല്ല ബീഫ് ഫ്രൈ കിട്ടുമെന്ന്. ഇറ്റ് വാസ് ഗുഡ് ടേസ്റ്റ്. ഞാൻ ടേസ്റ്റ് ചെയ്തു, അടിപൊളി സീൻ. പൊറോട്ടയും കൂടെ വന്നിട്ട് നമുക്ക് തീരുമാനിക്കാം ഗൈസ് കൊള്ളാമല്ലേ എന്നുള്ളത്. ഗൈസ് ഇവിടെ ബീഫിന്റെ കളിയാണ് കേട്ടാ. ബീഫ് ലവേഴ്സ് അസംബിൾ എന്നൊക്കെ പറയുന്നത് ഇതാണ്. ഇവിടെ ബീഫ്, ഇവിടെ ബീഫ്, അവിടെ ബീഫ്. ഗൈസ് ലൈവ് ഫുഡ് വന്നിരിക്കുകയാണ് ഫൈനലി. ഓ മൈ ഗോഡ്, വെറൈറ്റി ടെക്നോളജിയാ. ഫുഡ് നമ്മളെ കൈ കൊണ്ട് തൊടാൻ സമ്മതിക്കില്ല. ഇവിടത്തെ പുട്ടർ മീസാണോ? കാണാൻ നല്ല സോഫ്റ്റ് ഉണ്ടാവും. ഭയങ്കര ഫുഡീസാണല്ലോ, കട്ട ഫുഡീസാണെന്ന് തോന്നുന്നത്. അങ്ങനെ നമ്മുടെ കഥാനായകൻ മിസ്റ്റർ പൊറോട്ട സോഫ്റ്റ് പൊറോട്ട ഗൈസ്. നല്ല അടിച്ചിട്ടുണ്ട്, അത്യാവശ്യമൊക്കെ അടിയൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ കുറച്ച് അത് പുട്ടല്ലേ. I have had better ബീഫ് അടിപൊളി. ബീഫ് സൂപ്പറാ. പൊറോട്ട കുറച്ചുകൂടെ സോഫ്റ്റ് ആണ് ഗൈസ്. പൊറോട്ടയും ബീഫും കൊള്ളാം. എനിക്ക് പക്ഷേ ബീഫാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. അടിപൊളി. പൊറോട്ട അവർക്ക് കുറച്ചുകൂടെ ക്രിസ്പി ആൻഡ് അടിച്ച് സോഫ്റ്റ് ആക്കാൻ പറ്റും. ബീഫ് പൊളിയാട്ടോ, അടിപൊളി, നല്ല ടേസ്റ്റ്. അപ്രൂവ്. ബീഫ് ഫ്രൈസ് നൈസ്. ഫുഡും ബീഫ് കറി കന്നഡ കൊള്ളാൻ തോന്നുന്നു. ഫുഡും ബീഫ് കറിയും കൊള്ളാം. അപ്രൂവ് ഗൈസ്. ഒരു വെറൈറ്റി പരിപാടി. പഴംപൊരി ആൻഡ് നല്ല ഏരിയുള്ള പച്ചമുളക് ഇട്ട ബീഫ്. ബീഫ് നല്ല ഏരിയ ആണ് കേട്ടോ. അപ്പോൾ എന്തൊന്ന് വെറൈറ്റി ആയിട്ട് ട്രൈ ചെയ്ത് നോക്കാൻ. കൊള്ളാം, നല്ല പഴംപൊരി നൈസ്. ദിസ് വെറൈറ്റി ഇടു കോമ്പിനേഷൻ ഗൈസ്. ഈ സാധനവും ഈ ഒരു ബീഫും. ബീഫ് പൊളി ഗൈസ്, നല്ല സോഫ്റ്റ് ബീഫും ഈ ഒരു പഴംപൊരിയും നമ്മളിങ്ങനെ എടുക്കുന്നു. ആ പച്ചമുളക് കണ്ടാവും അടുത്തിട്ട് അങ്ങനെ എടുക്കുക. അടിക്കുന്ന അതാണ് ഇവിടുത്തെ ജ്യൂസ് ഡിപ്പാർട്ട്മെന്റ്. ഇതാണ് കട. ദുനിയാന്നാണ് പേര്. മടിവാളയിൽ എന്താണ് ഈ സംഭവം. ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ് ഗൈസ്. ചില്ല് ചെയ്യാനായിട്ട് പറഞ്ഞാൽ നമ്മൾ നാടൊരിക്കലും മിസ് ചെയ്യൂല. കറക്റ്റ് നമ്മളെ നാടിന്റെ വൈബും നാട്ടിലെ ഫുഡിന്റെ ടേസ്റ്റ്. അതുകൊണ്ട് ഡോണ്ട് മിസ് ഇറ്റ് ഗൈസ്. ബാംഗ്ലൂർ വരണമെങ്കിൽ ഡെഫിനറ്റ്ലി ഇവിടെ വന്ന് ട്രൈ ചെയ്യുക ഫുഡ്. നല്ല ബീഫെല്ലാം പോത്താണ് ഇവിടെ. അപ്പം നമുക്ക് പക്ഷേ അത് കഴിക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ ബീഫ് കഴിക്കണമല്ലോ, ഇത് പോത്തേ ഇവിടെ കിട്ടത്തുള്ളൂ. സോ അന്ന് കഴിക്കുക ഗൈസ്, നല്ല അടിപൊളി ടേസ്റ്റ്. ട്രൈ ചെയ്ത് നമ്മളിനി അടുത്തൊരു ഏതോ ഒരു സ്ഥലത്ത് പോവുകയാണ്. ഫിൽട്ടർ കോഫി അങ്ങനെ തോന്നുന്നു. ഫിൽട്ടർ കഫേയിൽ പോയാണ് ഗൈസ്. അപ്പം മൈസൂർ റോഡ് അവിടെ പോയതിന് ശേഷം ആണോ ഉള്ളതാണ്. അത് ഞാൻ കൂട്ടി ഓൾറെഡി. ഇതൊക്കെ ഇതൊക്കെ എന്താണ്? മക്രോണിയാണോ? ഇപ്പൊ എല്ലാം തീർന്നിരിക്കുകയാണ് ഗൈസ്. വന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു സംഭവമാണ്. ബജിയൊക്കെ ഉണ്ട് ഗൈസ്. കഴിക്കുന്നില്ലേ? ഇതാണ് ഗൈസ് മടിവാള കഫേ. ഇവിടെ വന്നു കഴിഞ്ഞാൽ സ്നാക്സിന്റെ ഒരു വലിയ ശേഖരം ഉണ്ടെന്നാണ് ഞാൻ കേട്ടത്. പുള്ളിയാണ് പറഞ്ഞത്.
മടിവാള കഫേയുടെ ബ്രാൻഡ് അംബാസഡർ. അടിപൊളിയാണ്. ശരി, നമ്മൾ അടുത്ത സ്ഥലത്ത് മടിവാളയിലെ ബസ്സുകളുടെ ഏരിയ. ഇതൊക്കെ ഇപ്പൊ കുറച്ചു മുമ്പേ കൊച്ചി കിടന്നായിരിക്കും. ഈ ഏരിയ മൊത്തം ബസ്സുകളാണ്. കേട്ടു കേട്ടു ഞാനിരുന്നു ആവിലോല പല്ലവി ഭൂമിയും വാനവും പൂ കൊണ്ട് മൂടിയ നീലാകാശം നീരണിഞ്ഞ വിഴിയെന്ന് തോന്നിയഴകി ഈരൻ മേഘം നീന്തി വന്ന കനവെന്ന് ബ്രൈറ്റ് ഫോക്സിന്റെ സ്ഥിരം സ്ഥലമായ ഫിൽട്ടർ കഫേ ആൻഡ് കിച്ചൺ. അങ്ങനെ നമ്മൾ സക്സസ്ഫുള്ളി എത്തിയിരിക്കുകയാണ്. ഗസ്റ്റ് റോൾ ഇവരെ മറ്റേ കഫേയുടെ പേരുണ്ടായിരുന്നു കഫേ 27 കണ്ടവരെ വീണ്ടും ഉറക്കത്തിൽ നിന്ന് പിടിച്ചെടുത്തോണ്ട് എന്തായാലും എത്തിയിട്ടുണ്ട് ഗൈസ്. ഫിൽട്ടർ കോഫി കുടിക്കാൻ വന്നതാണ്. കേരളത്തിൽ നിന്ന് ഒരാൾക്കാർ വന്നിട്ടുണ്ട് ഗൈസ് ഇത് കുടിക്കാനായിട്ട്. ആ ലെവൽ ഓഫ് ഫേമസ് ഗൈസ്. വൈബ് സ്ഥലം. കുത്തനെയുള്ള പടി ഇറങ്ങിക്കഴിഞ്ഞാൽ നല്ല അടിപൊളി ലൈറ്റിംഗ് സെറ്റപ്പ് ഒക്കെ ആയിട്ടൊരു സംഭവം. കൊള്ളാം. നല്ല വൈബ് സ്ഥലമാണെന്ന് തോന്നുന്നു. കയറിയിട്ട് വരാം ഗൈസ്. എന്തോ വലിയ പരിപാടി ഒക്കെ നടക്കുന്നുണ്ട്. അകത്ത് ഭയങ്കര ബഹളമൊക്കെ കേൾക്കുന്നുണ്ട്. നമ്മളിവിടെ ഫിൽട്ടർ കഫേയിൽ വന്നിരിക്കുകയാണ്. ബാക്കിൽ ഇത്രയും പേരുണ്ട്. എത്ര പേരുണ്ട്? ഇത്രയുണ്ട്. അതെ, വൈറ്റ് ഫോക്സിന്റെ ഗ്യാങ്, കംപ്ലീറ്റ് ഗ്യാങ് ഉണ്ട്. സൈലന്റ് ആയിട്ടുള്ള സ്ഥലം എന്ന് പറഞ്ഞിട്ട് ഇതിന്റെ അത് കല്യാണം നടക്കണല്ലോ. എന്താ ഇവിടെ ഒരു ബഹളം? ഇത് എന്താ ഇത്? ഫൗണ്ടന്റെ അകത്ത് തവളയോ? അതെല്ലോ നല്ല മാക്രിയാണെന്നോ ഫുൾ വലിയ. ഓ ഗൈസ് ഇത് കൊള്ളാം കേട്ടോ, നല്ല രസമുണ്ട്. വേറെ ലെവൽ എൻട്രൻസ് ഒക്കെ വൻ സീനാണ് കേട്ടോ. ഓ അടിപൊളി. ഓ വാവ്. ഓ ഇതാണ് ഐറ്റം. അടിപൊളി സ്ഥലം. പൂള് ഞാൻ കളിക്കാണ്. പൂള് കളിക്കാൻ പോവാണ് ഗൈസ്. നോക്കട്ടെ, നല്ല ആംബിയൻസ്. ഓ പൊളി, അടിപൊളി. ഇത് കൊള്ളാം കേട്ടോ ഗൈസ്, ഒരു അടിപൊളി. കോപ്പിറൈറ്റ് ഇട്ടോ എന്തോ പാട്ടൊക്കെ ഇട്ട് നല്ല ബ്ലാസ്റ്റിംഗ് ആണ് അവന്മാര്. ഇതാണ് ഗൈസ് സ്ഥലം. പാട്ടൊക്കെ കോപ്പിറൈറ്റ് അടിക്കും. വേറെ ഏതെങ്കിലും മ്യൂസിക് ഒക്കെ ആയിട്ട് കാണിക്കുന്നതായിരിക്കും. അണ്ടകടാകം പോലത്തെ സ്ഥലമാണ് ഗൈസ്, രക്ഷയല്ല. ഹൈവേയുടെ സൈഡിൽ ഇതാണ് സ്ഥലം. ഫിൽട്ടർ കൊള്ളാം ഗൈസ്. നമ്മൾ ചുമ്മാ ചില്ല് ചെയ്യാൻ വേണ്ടി വന്നതാ. എന്തെങ്കിലും കുടിക്കാൻ, എന്നിട്ട് തിരിച്ചു പോയി ചെക്ക് ഇൻ ചെയ്യാൻ നോക്കട്ടെ. ഇന്ദിരാനഗറിൽ എന്താണ് താമസം. പൂൾ കളിക്കുന്ന 2 യുവാക്കളുടെ അടുത്ത് വന്നിരിക്കുകയാണ്. ഭയങ്കര കളിയാടേ, ഭയങ്കര കളിയാ. അതിനും കളി നടക്കുകയാണ് ഗൈസ്. ഒറ്റയടിക്ക് എല്ലാം പോയി വീഴും. ടോപ്പ് പ്ലേയേഴ്സ് നമ്മൾ ഇറക്കിയിരിക്കുകയാണ്. ഞാൻ കളിച്ചിട്ട് പറയായി. ഓ ടെൻഷൻ ആവുന്നുണ്ടോ മുനുസേ? ബാക്കിൽ ഈടിയം. മറ്റേ ഡാൻസ് കളിക്കില്ലേ അപ്പോ? അവിടുന്ന് പറയുന്നത് മലയാളി സാധനം. പറഞ്ഞാൽ നീ എന്റെ വീഴലാൽ വെളിച്ച മിന്നിൽ തൂകുന്ന
എന്നെ ഇനങ്ങല്ലേ എന്റെ കുറ്റം ചെയ്തു ഞാൻ ഓൾ കേരള ബ്രൈറ്റ് ഫോക്സ് ഫാൻസ് അസോസിയേഷൻ. നല്ല ഗസലായിരുന്നു ഗൈസ്, കൊള്ളാം. അങ്ങനെ ഗൈസ് ഇന്നത്തെ കറക്കമൊക്കെ കഴിഞ്ഞ് ഈ ഒരു ഫിൽട്ടർ എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് കുറച്ച് നേരം ചില്ലൊക്കെ ചെയ്ത് അത്യാവശ്യം നല്ല രസമായിരുന്നു ഗൈസ്. നല്ല ഫൺ ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെ പരിചയപ്പെട്ടു ഗൈസ്, ബ്രൈറ്റ് ഫോക്സിൻ്റെ ഗ്യാങ്. സോ ഇന്നത്തേക്കുള്ള വ്ളോഗ് കഴിഞ്ഞു. ഇനി നാളെ ഞാനിപ്പോൾ ഇവിടെ നിന്ന് നേരെ ഇന്ദിരാനഗറിൽ റൂം എടുത്തിട്ടുണ്ട്. അവിടെ പോയി ചെക്ക് ഇൻ ചെയ്തിട്ട് ഉച്ചയ്ക്ക് ചെക്ക് ഔട്ട് ചെയ്തിട്ട് ഏതെങ്കിലുമൊക്കെ കഫേ കുറച്ചുകൂടെ എക്സ്പ്ലോർ ചെയ്യാം ഗൈസ്. എന്നിട്ട് നാളെ വൈകുന്നേരം തിരിച്ച് കൊച്ചിക്ക് പോകും. സോ ലെറ്റ്സ് സീ. എല്ലാവരും ബൈ പറയൂ ഗൈസ്. കുറേ ചിരിച്ച് ഗൈസ്. ഓ താടിയൊക്കെ വേനിക്കുന്നു. പുള്ളി 25 മില്യണൊക്കെ ഉള്ള ഒരാളാണ് കേട്ടോ. അതവിടെ അതവിടെ അയ്യോ വെല്ലോടെ അവിടെ ഇവിടെ കുറേ ചിരിച്ച് കേട്ടോ ഗൈസ്. പുള്ളി ഭയങ്കര എൻ്റർടൈനിങ് ആണ്, കൊള്ളാം. ഓക്കെ സെറ്റ്. അപ്പോൾ ശരി ഗൈസ്, ബൈ. താങ്ക് യു ഫോർ ദ ടൈം. ബൈ. കൊള്ളാം, അടിപൊളി പരിപാടിയാണ്. ബൈ.